വ്യക്തമാക്കി സിറോ മലബാർ സഭ കാത്തലിക് കോൺഗ്രസ് സമുദായത്തെ സഹായിക്കുന്നവരെ മാത്രം തിരിച്ചു സഹായിക്കുമെന്ന് കൊച്ചിയിലെ കൺവെൻഷനിൽ കാത്തലിക് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും അടുപ്പമോ അകൽച്ചയോ ഇല്ല. ആരുടെയും വോട്ട് ബാങ്കായി നിലകൊള്ളില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കും ജനപ്രതിനിധികൾക്കും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുമെന്നും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സമുദായ വോട്ടെന്നും കാത്തലിക് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ഇനി മുതൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വരും തിരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രവർത്തിക്കാനും സമുദായത്തിൻ്റെ നന്മയ്ക്കും അതുവഴി പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കുമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. നമ്മളുടെ സഭയ്ക്കും സമുദായത്തിനും കക്ഷി രാഷ്ട്രീയമില്ല. മറിച്ച് സമുദായത്തിൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയ നിലപാട് വരും കാലങ്ങളിൽ ഞങ്ങൾ തുടരും. അതിന് അനുകൂലമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പിന്തുണയ്ക്കുന്നവരെയും അതിനുവേണ്ട ഇടപെടൽ നടത്തുന്ന ആൾക്കാരോട് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഇടപെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഒരു മുൻധാരണയില്ല ഇക്കാര്യത്തിൽ. ആര് സഹായിക്കുന്നോ അവരെ തിരിച്ച് സഹായിക്കും. അതാണ് കാത്തലിക് കോൺഗ്രസിന്റെ നിലപാടെന്ന് പറയുമ്പോൾ എത്രത്തോളം നിർണായകമാണ്? അശ്വതി, ഇതിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിന് വലിയ ദൂരമില്ലാത്തൊരവസ്ഥയിൽ ആ സമയത്താണ് കാത്തലിക് കോൺഗ്രസ് എന്ന് പറയുന്ന സിറോ മലബാർ സഭയുടെ രാഷ്ട്രീയകാര്യ സമിതി എന്നെല്ലാം വിശേഷിപ്പിക്കാവുന്ന ഒരു കൂട്ടായ്മ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം. അപ്പോൾ ഇവർ എടുത്തിരിക്കുന്ന തീരുമാനം സമുദായത്തെ സഹായിക്കുന്ന, അതായത് സിറോ മലബാർ സഭ ക്രൈസ്തവ വിഭാഗങ്ങളെ എല്ലാം തന്നെ സഹായിക്കുന്ന, അവരുമായിട്ട് കുറെ കൂടി ആഭിമുഖ്യം പുലർത്തുന്നവരോട് കൂടുതൽ അടുപ്പമാകാമെന്ന രീതിയിലാണ് ഇപ്പോൾ കാത്തലിക് കോൺഗ്രസ് ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. തങ്ങളെ സഹായിക്കുന്നവർ, തങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നവർ, തങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നവർ, അതിന് പ്രത്യക്ഷമായി തന്നെ ഒരു നിലപാടെടുക്കുന്നവർ, അവരോട് കൂട്ടുകൂടാം, അല്ലെങ്കിൽ അവർക്ക് കൈകൊടുക്കാം. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവർക്ക് കൈകൊടുക്കാം എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ സിറോ മലബാർ സഭ തന്നെ എത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഇതിൽ ഏതാണ് ഒരു സാഹചര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഓഡിറ്റിംഗിലേക്ക് കടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. അതിൽ രാഷ്ട്രീയ പാർട്ടികൾ പുറത്തിറക്കുന്ന അവരുടേതായ ഈ പ്രഖ്യാപനങ്ങളുണ്ട്, പല വാഗ്ദാനങ്ങളും നൽകാറുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത്. അത് അധികാരത്തിലേറുമ്പോൾ എത്രമാത്രം നടപ്പിലാക്കി എന്നത് സംബന്ധിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റിംഗിലേക്ക് ഈ സംഘടന കടക്കുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അവരവരുടെ മണ്ഡലങ്ങൾ, തങ്ങൾക്ക് പ്രാധാന്യമുള്ള ഇടങ്ങളിൽ, തങ്ങൾ പ്രതിനിധാനം കൂടുതലായ സ്ഥലങ്ങളിലെല്ലാം ആരാണോ കൂടുതൽ ജനപ്രതിനിധി വന്നിരിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്നത് സംബന്ധിച്ചും ഒരു സോഷ്യൽ ഓഡിറ്റിംഗിലേക്ക് കടക്കുന്നു. എന്നിട്ട് അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് നിലപാടെടുക്കുന്നവർക്ക് മാത്രമായിരിക്കും തുടർന്ന പിന്തുണ നൽകുക എന്ന് പറയുന്നു. ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രാധാന്യമില്ല, വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. അവർ നൽകിയ കാര്യങ്ങൾക്ക് ഏത് രീതിയിൽ സമുദായത്തോട് അടുത്ത് നിൽക്കുന്നു എന്നത് മാത്രമായിരിക്കും തങ്ങളുടെ പ്രാധാന്യമെന്ന് പറയുന്നു. അതിനെ ഒരു മുന്നണിക്കും പ്രത്യേകമായ ഒരു അടുപ്പമോ അകലമോ സൂക്ഷിക്കുന്നില്ല എന്നും അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ സമാപിച്ച കാത്തലിക് കോൺഗ്രസിന്റെ ഒരു കൺവെൻഷൻ, 2 ദിവസം ചേർന്ന കൺവെൻഷനിലാണ് ഈ ഒരു തീരുമാനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നതാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് കുറച്ച് അടുപ്പം NDAയുമായി, പ്രത്യേകിച്ച് BJPയുമായും എല്ലാം തന്നെ ഒരു ആഭിമുഖ്യം പുലർത്തുന്നു എന്ന പറച്ചിലുകൾക്കിടയിലാണ്, ക്രൈസ്തവ സഭയുമായി അടുക്കാൻ BJPയും ശ്രമിക്കുന്നു എന്ന പറച്ചിലുകൾക്കിടയിലാണ് ഈ ഒരു നയപ്രഖ്യാപനം എന്ന രീതിയിൽ തന്നെ കാത്തലിക് കോൺഗ്രസിന്റെ ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പാരമ്പര്യമായി UDFനോട് ചേർന്ന് പോകുന്ന വിഭാഗങ്ങളാണ് ക്രൈസ്തവ വോട്ടുകൾ എന്നെല്ലാം തന്നെ വിലയിരുത്തലുകളുണ്ട്. അതിനിടയിലാണ് പ്രത്യേകിച്ച് തങ്ങൾക്ക് ആരുമായും തന്നെ ഒരു ആഭിമുഖ്യമില്ല എന്നൊരു നിലപാട്, സമുദായത്തോട് അടുപ്പമുള്ളവർക്കാണ് മാത്രമായിരിക്കും തങ്ങൾ വോട്ട് ചെയ്യുക എന്ന രീതിയിൽ തന്നെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്നതാണ്. ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ ഇത് പ്രകടമാകും എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അതൊരു കൃത്യമായ ദിശാസൂചികയായിരിക്കും ഏത് രീതിയിലേക്ക് ക്രൈസ്തവ വോട്ടുകൾ മാറുന്നു എന്നതാണ്. ശരി, ഡാനി പോളാണ് വിശദവിവരങ്ങൾ നൽകിയത്.